അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്റെ ദൈവമേ, ഈ തള്ള വിളിക്കാൻ പോകുന്ന ചീത്തയെല്ലാം കേൾക്കാനുള്ള ക്ഷമ നീ എനിക്ക് തരണേ. എന്താ അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടതല്ലേ? പ്രഷർ കയറിയ അമ്മയുടെ കൈ വേദനിക്കുന്ന എനിക്കറിയാം. അതാ കുഴമ്പുമായിട്ട് വന്നേ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി നീ തന്നെയാ. എന്നിട്ട് വന്ന് കുഴമ്പ് തേച്ചു തന്നിട്ട് എന്താ കാര്യം? ഞാൻ എന്താ അമ്മ ചെയ്തേ? ഗിരിയേട്ടനെതിരെ പരാതി കൊടുത്തത് അച്ഛനല്ലേ? നിന്റെ അച്ഛൻ ഗിരിയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയത് നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചതിന് ശേഷമാ. നിന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിലൊന്നും ഗിരി പെടില്ലായിരുന്നു. അത് ശരിയല്ലാന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ലേ? ഗിരിയേട്ടനോട് അച്ഛനുള്ള ദേഷ്യം തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. പണ്ട് മുതലേ പലിശ പിരിക്കാൻ വീട്ടിലേക്ക് വരുന്ന ഗിരിയേട്ടൻ കാശ് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ പലതരത്തിലും അച്ഛനെ അപമാനിച്ചിട്ടുണ്ട്. അതിന്റെ ദേഷ്യം അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടല്ലേ എന്നെ കരുവാക്കി ഗിരിയേട്ടനെതിരെ ഒരു വ്യാജ പീഡന കേസ് ഫയൽ ചെയ്തത്. ഏതെങ്കിലും ഒരു അച്ഛൻ അങ്ങനെ ചെയ്യോ? അച്ഛൻ പറയുന്ന തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാത്തതാ ഞാൻ ചെയ്ത തെറ്റായി അദ്ദേഹം കാണുന്നത്. ഗിരിയേട്ടന്റെ ഭാഗം പറഞ്ഞതിനാ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് അച്ഛന് പുതിയതായി എന്നോട് പക തോന്നി കാണും. പക്ഷേ ഗിരിയേട്ടനുമായി അച്ഛന്റെ ശത്രുത പഴയതാ. എന്തായാലും നീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനോടുള്ള പകയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഈ കുടുംബത്തിലുള്ളവർ എത്രമാത്രം നല്ലവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്കാർക്കും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ വേണ്ടതെങ്കിൽ ഞാൻ അതും ചെയ്യാൻ തയ്യാറാ. ഇപ്പൊ വിളിക്കും. എന്താ വിളിക്കാത്തത്? പണി പാളിയോ? പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ? ഒന്ന് നിന്നെ. വിളിച്ചു. നീ ഏതായാലും കുഴമ്പുമായിട്ട് വന്നതല്ലേ? തേച്ചു തന്നോ? ഒരമ്മയ്ക്ക് ഏറ്റവും വലുത് അവരുടെ മക്കളുടെ സുരക്ഷയാ. അവർക്ക് അപകടം വരുത്തുന്ന എന്തിനേയും അമ്മയ്ക്ക് വെറുക്കാൻ മാത്രമേ കഴിയൂ. നീ കാരണം ഗിരിക്കൊരു ദോഷം സംഭവിച്ച എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇത് തന്നെയാ പറ്റിയ അവസരം. പതുക്കെ ഒരു സൂചന ഇട്ട് കൊടുക്കാം. ഞാൻ കാരണം ഗിരിയേട്ടൻ എന്തെങ്കിലും ദോഷം സംഭവിച്ചാ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കില്ല. എന്റെ മനസ്സിൽ ഗിരിയേട്ടൻ എത്ര വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അമ്മയ്ക്കറിയില്ല. ഗിരിയേട്ടനെ സംരക്ഷിക്കാനായി ഞാൻ എന്റെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യുമെന്ന് അമ്മയ്ക്ക് ഊഹിച്ചൂടെ? അമ്മ എന്നെ എത്ര വേണേലും ചീത്ത പറഞ്ഞോളൂ, തല്ലിക്കോളൂ. പക്ഷേ ഗിരിയേട്ടനോട് എനിക്കുള്ള ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ ചൂടുവെള്ളം എടുക്കാൻ മറന്നു. ഇപ്പൊ വരാം. ഗിരിയെക്കുറിച്ച് ഇത്രയും ചിന്തിക്കാനും മാത്രം ഇവർ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇനി നാട്ടുകാര് പറയുന്നത് പോലെ അവര് തമ്മിൽ ഇഷ്ടത്തിലായിരിക്കൂ. അയ്യോ, ഇതെവിടുന്ന് ഈ പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നേ? നമ്മുടെ വീട്ടിൽ തന്നെയാ. ഞാനൊരു പട്ടിയെ വാങ്ങി. അത് മാത്രമല്ല, വീടിന്റെ 4 ഭാഗത്തും CCTV വെച്ചു. ഡാഡി ആ മഹിമയെ പേടിച്ചിട്ടാണോ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ചെയ്യുന്നത്? അതെ, അവളെ പേടിച്ച് തന്നെയാ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ച്
എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അവൾ എപ്പോ എവിടുന്നാ വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനിയും അവിടെ ഒരു മോഷണം നടത്തി രക്ഷപ്പെട്ടു പോയാ എനിക്ക് ഈ നാട്ടില് തലയുയർത്തി നടക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗോപാലേട്ടാ. നമ്മൾ ഇത്രയൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ മഹിമ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടുപോകണ്ടാടി. ഈശ്വര, പട്ടി, 4 പാടും CCTV, ഇതൊന്നും അറിയാതെയാണല്ലോ മഹിമ മോഷ്ടിക്കാൻ വരുന്നത്. അവൾ എങ്ങാനും ഇവരുടെ കയ്യിൽ പെട്ടുപോയാ ഞാൻ ഗർഭിണിയല്ലെന്ന സത്യം അവള് പറയും. അതോടെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവളാണെങ്കിൽ ഇവിടെ എത്താറായി കാണും. എന്തെങ്കിലും ചെയ്ത് അവളെ തടയണം. ആ, നീ എന്തിനാ വെറുതെ നിൽക്കുന്നത്? ഇരിക്കേ. ഷൂ പെട്ടു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? മഹിമയെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാ കുറച്ച് വൈകിട്ട് പോലീസിനെ വിളിച്ചാ മതി. പോലീസ് എത്തുന്നവരെ അവളെ നമുക്ക് നന്നായിട്ടൊന്ന് സൽക്കരിക്കണം. ഇന്നത്തോടെ അവളെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിക്കണം. മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു പെണ്ണിനെ കൊണ്ട് ഇത്രയും വലിയ ശല്യം എനിക്കുണ്ടാവുന്ന ആദ്യമായിട്ടാ. ഇതിനു മുമ്പ് ഞാൻ ഗോപാലേട്ടനെ ഇത്രയും ടെൻഷൻ അടിച്ച് കണ്ടിട്ടുള്ളത് സഞ്ജുവിനെ പുറത്തിറക്കാൻ വേണ്ടി മാധവനുമായി സംസാരിച്ച് വന്നതിന് ശേഷമാണ്. ആ മാധവന്റെ ചോര തന്നെയല്ലേ അവള്. അപ്പ ആ ഗുണം കാണിക്കാതിരിക്കില്ല. പക്ഷെ അവന്റെ ഗുണം മാത്രമല്ല, അവന്റെ ഗതി തന്നെയായിരിക്കും മഹിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. അല്ല, മോള് വേണമെങ്കിൽ മോളിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. വെറുതെ ക്ഷീണം വരുത്തി വെക്കണ്ട. ശരി അച്ഛാ. സഞ്ജു, നീയും കൂടെ അവളോട് ചെല്ല. ഓക്കെ ഡാഡി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വപ്നയുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. നമ്മളെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് കരുതി ഒരേ വീട്ടിൽ താമസിക്കുമ്പോ ഏത് സമയവും പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അളന്ന് മുറിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതാ ഞാൻ പറഞ്ഞത്, അവൾ ഈ വീട്ടിൽ കയറ്റേണ്ട കാര്യമില്ലായിരുന്നു. ആ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല.